എല്ലാ വിശ്വാസങ്ങളും നമുക്ക് ഒരുപോലെ ആൾക്കാർ സുജയ പണ്ട് വന്നിട്ടുള്ളപ്പോഴും ഞാനും പണ്ട് വന്നിട്ടുള്ളപ്പം തൊട്ട് തൊഴിലല്ല ഞാൻ ഏത് കൊല്ലമാണ് വരുന്നതെന്ന് വെച്ചാൽ അവിടെ തേങ്ങ അടിച്ചിട്ടാണ് കയറിയിട്ടുള്ളത്. മൂന്നാമത്തെ കൊല്ലം വരുമ്പോൾ മൂന്നാമത്തെ പടിയിൽ തേങ്ങ അടിച്ച് കയറിയിട്ടുള്ള ഒരു തീർത്ഥാടകനായിരുന്നു ഞാൻ. അത് ഒരു കാലം, ആ കാലത്ത് വരുന്ന ജനങ്ങളോ ആ കാലത്തുള്ള രീതികളോ അല്ല നമുക്കിപ്പോഴുള്ളത്. ഇപ്പം നമുക്ക് ഓരോ ദിവസവും 1,00,000-അടുത്ത് 90,000 എന്ന് ഹൈക്കോടതി നിജപ്പെടുത്തിയത് തന്നെയാണ്. അപ്പോൾ അതിപ്പോൾ ഹൈക്കോടതി തന്നെ കുറച്ചിരിക്കുകയാണ്, നിവൃത്തിയില്ലാന്ന് കണ്ടിട്ടാണ് അവർ അങ്ങനെ തീരുമാനം എടുത്തിരിക്കുന്നത്. വളരെയധികം ക്രൗഡ് വരുന്നു, അതൊരു അപകടത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് കോടതി അങ്ങനെ തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ തീരുമാനം എന്തിനു വേണ്ടിയാണ്? എല്ലാവർക്കും ദർശനം കിട്ടാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എല്ലാവർക്കും വന്ന്, സത്യം പറഞ്ഞാൽ വളരെ പണ്ട് കാലത്ത് എൻ്റെ അച്ഛൻ്റെ ചെറുപ്പകാലത്തൊക്കെ വന്ന് മണിക്കൂറുകളോളം നിന്ന് തൊഴാൻ പറ്റിയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാലം മാറുന്നതനുസരിച്ച്, ആൾക്കാരുടെ ബാഹുല്യം കൂടുന്നതനുസരിച്ച് നമുക്കതിനുള്ള സാഹചര്യം കുറഞ്ഞു വരും. അതെല്ലാ ഭക്തരും മനസ്സിലാക്കി എല്ലാവർക്കും ദർശനം. ഇപ്പം എല്ലാവരും ഇപ്പോൾ ഈ 18-ാം പടി തൊട്ട് തൊഴുത് കയറാൻ നിന്ന് കഴിയുമ്പോൾ ക്യൂ മരക്കൂട്ടത്തിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ചരിഞ്ഞ പ്രതലത്തിലേക്കാണ് ആൾക്കാരെ നിർത്തേണ്ടി വരുന്നത്. അത് എത്രത്തോളം അപകടകരമാണെന്ന് സുജയ്ക്ക് ഞാൻ പറയാതെ അറിയാം. അപ്പം ഈ നമ്മൾ ഒന്ന് കുനിയാൻ നിന്നാൽ പോകുന്ന 1 സെക്കൻഡ് ഒരു ഭക്തൻ്റെ ദർശനമാണെന്നുള്ള തിരിച്ചറിവ് ഓരോ ഭക്തർക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകൾ കുറയും.